ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു ഏത്തക്കായാണ് എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് നീളത്തിൽ ഇച്ചിരി കോന്തി ആണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് എന്തിനാണ്. ഒരു കാളം വയ്ക്കാനാണ്. ഒരേത്തക്കായ എടുത്തിട്ടുള്ള ഇതിനി അവിടെ ഇരുന്ന് വേകട്ടെ. അതിൻ്റെ കൂടെ അല്പം ഉള്ളിയും ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ വാഴയ്ക്കൊരു കുഴപ്പമുണ്ട്, മൺചട്ടിയിൽ അതങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ല, നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉള്ളി ഇടുവാണെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. പിന്നെ ഏത്തക്കായുടെ തൊണ്ടാണേലും അങ്ങനെ തന്നെയല്ലേ. നമ്മളെവിടെയെങ്കിലും ഒരു മണ്ണ് പോലെയുള്ള പണ്ടത്തെ തിണ്ണയിലൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ചെത്തി ചീമ്പി ഇട്ടിട്ട് പറയും, അമ്മ മരിച്ചെന്ന് കേട്ടാൽ പോലും വാഴയ്ക്കയുടെ തൊണ്ട് വരാതെ പോകരുതെന്ന്. കാരണം അതെല്ലാം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ നമുക്ക് അടിച്ചു അരിയും വൃത്തിയാക്കാൻ ക്ലീനിങ്ങിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൊലിക്കും അങ്ങനെ ഏത്തക്കായ്ക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ. വാഴയ്ക്കയുടെ തൊണ്ടിന് തൊലിക്കും ഏത്തക്കായ്ക്കും അത് ഒട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉള്ളി ഇതിൻ്റെ അകത്ത് ഇടുവാണ്. ഒരഞ്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തേക്കാം. ഇനി നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4 വെളുത്തുള്ളിയും അതിനൊപ്പം വെളുത്തുള്ളിയുടെ ഒപ്പം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകവും ഉലുവായും ഇടാം. ഇനി നമുക്ക് ഒരല്പം ഉലുവയേക്കാൾ അല്പം കൂടുതൽ ഉലുവയുടെ അതിൻ്റെ ഒരു ഇരട്ടിയുണ്ട് ജീരകം. ഇനി നമുക്ക് പച്ചമുളക്, കാന്താരി മുളകാണ് ഇടുന്നത്. അപ്പോൾ കാന്താരി. ഇനി നമുക്ക് തേങ്ങ ഇടാം. തേങ്ങയും ചേർത്തു. ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും ചേർത്ത് അരയ്ക്കാം. മഞ്ഞളും ചേർത്തു. ഇനി നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. ഇതൊന്ന് അരച്ചു, പക്ഷെ നന്നായിട്ട് അരഞ്ഞില്ലല്ലോ. ഇനി ഇത് ഞാൻ അരയ്ക്കുന്നുണ്ട്, വെള്ളം ചേർക്കുന്നില്ല. അതിൻ്റെ തൈര് തന്നെ ഒഴിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. കുറച്ച് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ബാക്കി തൈരും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാഴയ്ക്ക വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ചോട്ടി പിടിച്ചിട്ടില്ല. ഇളക്കുക ഞാൻ ഇടയ്ക്ക് ഒന്നും കൊടുക്കാൻ പോയില്ല, പക്ഷേ ചോട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ഇച്ചിരി ഉപ്പും ഉള്ളിയും ചേർത്തുണ്ട്. ഇതിനകത്തുനിന്ന് ഇച്ചിരി വെള്ളം ഞാൻ കോരി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറ് കഴുകാൻ വേണ്ടിയിട്ടാവട്ടെ. ഞാൻ ഇതിനകത്ത് ഒട്ടും പച്ചവെള്ളം ചേർക്കുന്നില്ല. ഇത് ഈ വെന്ത വെള്ളം മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ചൊന്ന് കറക്കി ഇതിനകത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് വെന്തിട്ടുണ്ട്. തീ ഓഫാക്കാം. എന്നിട്ട് വേറൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് അല്പം നെയ്യാണ് ഒഴിച്ചു കൊടുക്കണേ. അധികം നെയ്യൊന്നും ഒഴിക്കുന്നില്ല, കാരണം നമ്മൾ ഒത്തിരി നീണ്ട കറിയൊന്നുമില്ല, കുറച്ച് കറിയല്ലേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് കടുക്, ഒരു 2-3 ഉലുവ, അത്രയും തന്നെ 2-3 ജീരകം, ഇത്രയും ചേർക്കുക. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി. ഇനി നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില. ഇതൊന്ന് മൂത്ത് വരട്ടെ. മോര് കറി എന്ന് പറഞ്ഞാൽ, കാളൻ എന്ന് പറഞ്ഞാൽ അത് നാളെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ഇന്ന് തന്നെ കൂട്ടി തീർക്കുന്നതല്ലാത്തതുകൊണ്ട് നമ്മൾ കറിവേപ്പിലയും ഉള്ളിയൊക്കെ അല്പം ഒന്ന് മൂത്തോട്ടെ എന്ന് വെക്കും. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരച്ച അരപ്പെടുത്തൊഴിച്ച് അതും ഒന്ന് ഇളക്കി പയ്യെ തിളയ്ക്കാറാകുമ്പോഴാണ് വാഴയ്ക്കകത്തേക്ക് ഒഴിക്കുന്നത്. ഇത് മൂത്ത് വരട്ടെ. മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ തൈരൊഴിച്ച് അരച്ച് വെച്ച അരപ്പ് ചേർക്കുകയാണ്. കൂടുതൽ കറി വയ്ക്കുമ്പോഴാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം മോര് ചേർക്കുന്നതിന് മുമ്പിൽ തന്നെ അരപ്പ് നന്നായിട്ട്
അരച്ചെടുത്തിട്ട് ആ അരപ്പ് ഇങ്ങോട്ട് മാറ്റാം. അരപ്പ് മാറ്റിയിട്ട് മോരോ ഉടച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ എണ്ണയ്ക്കകത്തോട്ട് അരപ്പിട്ട് അരപ്പ് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്നോടം വരെ ഇളക്കി അതിന് ശേഷം നമുക്ക് ഉടച്ച തൈര് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് നാളെ കൊണ്ട് കൂട്ടി തീർക്കുന്നതല്ലേ, അപ്പോൾ അത്രയ്ക്ക് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മോര് തന്നെ ഒഴിച്ച് ഇച്ചിരി നീട്ടി തന്നെ അരച്ചെടുത്ത് വെച്ചത്. അല്ലെങ്കിൽ വെള്ളം തൊടാതെ അരച്ചെടുത്തിട്ട്, പണ്ടൊക്കെയാണ് അരകല്ലേ നമ്മൾ വെള്ളം തൊടാതെ അരച്ചിട്ട് കാളം വെക്കുമ്പോൾ എന്നിട്ടത് എണ്ണയ്ക്കകത്തിട്ട് എണ്ണ തെളിയുന്നോടം വരെ മൂപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇന്നും നാളെ ആയിട്ട് കൂട്ടാൻ മാത്രം ഒരു 1/2 ലിറ്റർ മോരിൻ്റെ കാളനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാഴയ്ക്കകത്ത് കിടന്ന് ഒത്തിരി നേരം ഇളക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വേറൊരു പാത്രത്തിൽ ഇത് ഇളക്കി പെട്ടെന്ന് തിളച്ച് പോയാലും തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ശകലം നേരം കൂടെ വാഴയ്ക്ക എടുത്ത് അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഇത് ഇളകിയത് ഉണ്ടോ, ഇളക്കി അതിൻ്റെ കളർ ഒരു അല്പം മാറാൻ മാത്രം വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഈ വാഴയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വാഴയ്ക്കകത്തുനിന്ന് കോരി വെച്ച വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറും കഴുകി ഇതിനകത്തിട്ട് അടച്ചിട്ടൊന്ന് ഇളക്കിയാൽ കഴുകാൻ എളുപ്പമുണ്ട്. മിക്സിയെ കൊണ്ട് വെച്ചൊന്ന് കറക്കുവാലും മതി. ഇതിപ്പം അത്രയ്ക്ക് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് വെള്ളം ഇതിനകത്ത് ഒഴിച്ചാൽ കൊള്ളിയല്ല. അതുകൊണ്ടാണ് ഇനി ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. ഉപ്പ് ആദ്യം വാഴയ്ക്കകത്ത് ഇച്ചിരി ഇട്ടായിരുന്നു. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കി, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പൊടി മാത്രം അല്പം ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നല്ല കുറുകിയ കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഉപ്പ് അല്പം കുറവുണ്ട്. നമുക്കല്പം ഉപ്പ് പൊടിയും കൂടി ഇടാം. നമുക്ക് ഈ മൺചട്ടി ചൂടാറിയതായതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയതിന് നമ്മളൊന്ന് വാങ്ങി വെച്ചിട്ടെടുത്ത് വെച്ചതുകൊണ്ടാണ്. അല്ലെ ഇപ്പോൾ മോര് കറി തിളച്ച് പോയേന്. ഇതിപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരല്പം 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. വാഴയ്ക്കയും മോരിനകത്ത് കിടന്നൊന്ന് ചൂടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല. 2 അടുപ്പെല്ലാം ആണെങ്കിൽ ഒരേ സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ വാഴയ്ക്ക നമുക്ക് ഇനി രണ്ടാമത് മോര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും ഇളക്കേണ്ട ആവശ്യം വരില്ല. അത് അരികൊക്കെ പതുക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നിർത്തിയേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മോര് കിട്ടുമ്പോൾ കറി വെച്ച് നോക്കണം. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.